എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് കൃഷ്ണാനുഭവങ്ങൾ നമ്മൾ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ടല്ലേ. അപ്പം കൃഷ്ണാനുഭവങ്ങളിൽ ശബരിമല യാത്രയും കൂടെ വിട്ട് കഴിഞ്ഞാൽ അതൊരു ഗംഭീരാവില്ലേ. അങ്ങനെ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു അനുഭവം അയച്ചു തന്നിട്ടുണ്ട്. എല്ലാവരും മുഴുവൻ കേൾക്കട്ടോ. ഹരേ കൃഷ്ണ, സർവം ശ്രീ കൃഷ്ണാർപ്പണമസ്തു. സാറേ, എൻ്റെ പേര് രേണുക. ഞാൻ കർണാടകയിൽ നിന്നാണ്. ഒരുപാട് അനുഭവങ്ങൾ ഗുരുവായൂരപ്പൻ തന്നിട്ടുണ്ട്. എന്നാലും ഈ അടുത്ത് ഭർത്താവിലൂടെ എനിക്കുണ്ടായിട്ടുള്ള ഒരു അനുഭവം പറയാൻ വേണ്ടിയാണ് ഞാനിത് എഴുതുന്നത്. ഞാൻ കർണാടകയിലാണ് താമസിക്കുന്നത്. എനിക്ക് ഹസ്ബൻഡും 2 മക്കളുമാണുള്ളത്. ഈ കഴിഞ്ഞ ഡിസംബർ 17-ാം തീയതി എൻ്റെ ഹസ്ബൻഡ് അവരുടെ കൂടെ 13 ആൾക്കാരും കൂടെ ചേർന്നിട്ട് ശബരിമലയ്ക്ക് പോയി. അവർ സുഖമായിട്ട് ശബരിമലയിൽ പോയി വന്നു കേട്ടോ. ട്രെയിനിലാണ് പോയി വന്നത്. ഇവിടുന്ന് മംഗലാപുരത്തേക്ക് പോയിട്ട് അവിടുന്ന് ട്രെയിനിൽ ചെങ്ങന്നൂർ പോയി ഇറങ്ങി. എന്നിട്ട് പമ്പയിൽ അങ്ങനെയാണ് പോയത്. പമ്പയിൽ നിന്ന് കുളിച്ചിട്ട് മല കയറി. സുഖമായിട്ട് മല കയറി ദർശനമൊക്കെയായി. രാവിലെ ഒരു ദിവസം അവിടെ മേലെ സന്നിധാനത്ത് റൂം എടുത്തു നിന്നു. എന്നിട്ട് എല്ലാവരും പിറ്റേ ദിവസം ഗണപതി ഹോമത്തിന് പോയി. പിന്നെയും ദർശനമൊക്കെയായി അങ്ങനെ അവർ മല ഇറങ്ങി. അങ്ങനെ അവർ തിരിച്ചു വരുന്ന വഴി ഗുരുവായൂർ ഇറങ്ങിട്ടോ. അങ്ങനെയാണ് അവർ സാധാരണ വരാറ്. ഗുരുവായൂരിൽ നിന്നാണ് സാധനമൊക്കെ വാങ്ങിക്കാറ്. ഹൽവ, ചിപ്സ്, പപ്പടോ അങ്ങനെയൊക്കെ. നാട്ടിലത്തെ ഈ സാധനങ്ങളൊന്നും അവിടെ ഇങ്ങനെ കിട്ടില്ലല്ലോ. അങ്ങനെ അവർ 2 പ്രാവശ്യം ക്യൂ നിന്ന് ദർശനത്തിനൊക്കെ കയറിയെന്ന് പറഞ്ഞു. പിന്നെ പുറത്തു നിന്നും തൊഴുതു. അങ്ങനെ അവർ 2 ദിവസം അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം അവർ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോട്ടലിൽ പോയിട്ടോ. എന്നിട്ട് ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ അവരുടെ അടുത്ത് തന്നെ ഒരാൾ വന്നിരുന്നു. നല്ല തേജസ്സുള്ള, നല്ല ഐശ്വര്യമുള്ള ഒരാൾ, കാവ്യമുണ്ടും ഷർട്ടും ഒക്കെ എടുത്തിട്ടുള്ള ഒരാൾ. അങ്ങനെ ഇവരുടെ അടുത്ത് തന്നെ ആ സീറ്റിൽ തന്നെ വന്നിരുന്നു. അപ്പം എല്ലാവരും അയാൾ വന്നപ്പോൾ അയാളെ ഒന്ന് ശ്രദ്ധിച്ചു കേട്ടോ. അങ്ങനെ അവർ ഭക്ഷണം കഴിച്ചിരിക്കുമ്പോൾ തന്നെ വെയിറ്റർ വന്നു. ഇവിടുത്തെ നിങ്ങൾ എത്ര ആൾക്കാരാണ് എന്ന് ചോദിച്ചപ്പോൾ ഏട്ടൻ 13 ആൾക്കാരാണെന്ന് പറഞ്ഞു. അപ്പോൾ വെയിറ്റർ ഇയാളോ എന്ന് ചോദിച്ചു. അപ്പോൾ ഏട്ടൻ പറഞ്ഞു, ഇയാളുടെ ക്യാഷും ഞാൻ തരാം. എന്നിട്ട് അയാൾ പറഞ്ഞു, എന്നെ വിളിച്ചിട്ടാണ് ഞാനിവിടെ വന്നത് എന്ന്. എന്നാൽ അവരാരും വിളിച്ചിട്ടൊന്നുമില്ല. പക്ഷെ എന്നാലും അയാൾ അങ്ങനെ പറഞ്ഞു. അങ്ങനെ എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ട് എല്ലാവരുടെയും ഇലയിൽ കുറച്ച് വേസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ. എന്നാൽ ആ ഇലയിൽ ഒരു വേസ്റ്റും ഇല്ല, ഒന്നുമില്ല. നല്ല വൃത്തിയിൽ ഭക്ഷണത്തിൻ്റെ ഒരു തരി പോലും ഇല്ല, കറിവേപ്പില പോലും ഇല്ല. അങ്ങനെ എല്ലാവരും അതൊന്ന് ശ്രദ്ധിച്ചു എന്ന് പറഞ്ഞു. എന്നിട്ട് എല്ലാവരും കൈ കഴുകാൻ പോയി. വന്നിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ആളെ കാണാനില്ല. അതെല്ലാവർക്കും ഒരു അതിശയമായിപ്പോയി കേട്ടോ. അയാൾ ആരാണ്, എവിടുന്നാണ് വന്നത്, അങ്ങനെ എല്ലാവരും തമ്മിൽ പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് എല്ലാവരും തന്നെ പറഞ്ഞത്രേ, അത് ഭഗവാനാണ്, കൃഷ്ണനാണ്, നമ്മളെ പരീക്ഷിക്കാൻ വന്നാണ്. അങ്ങനെ അവർ അവിടെ നിന്ന് മടങ്ങി. അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചില്ല. പിറ്റേ ദിവസം എല്ലാവരും ട്രെയിന് കയറി മംഗലാപുരത്ത് വന്നിറങ്ങി. അങ്ങനെ വീടിൻ്റെ അടുത്ത് തന്നെ അയ്യപ്പസ്വാമിയുടെ അമ്പലത്തിൽ മാലയൊക്കെ ഊരി. അങ്ങനെ കുഴപ്പമില്ലാതെ ഒരാഴ്ച അങ്ങനെ പോയിട്ടോ. പിന്നെ ഞാൻ എപ്പോഴും സാറിൻ്റെ വീഡിയോ യൂട്യൂബിൽ കാണാറുണ്ട്. എല്ലാ അനുഭവങ്ങളും കേൾക്കാറുണ്ട്. ഏട്ടനും അറിയാം ഞാനിതൊക്കെ കേൾക്കണതൊക്കെ. അങ്ങനെ ഞാൻ ഫോൺ എടുത്ത് യൂട്യൂബ് എടുത്തപ്പോൾ തന്നെ സാറിൻ്റെ വീഡിയോ ആദ്യം തന്നെ വന്നിരുന്നു. അപ്പോൾ ഞാനത് ഓപ്പൺ ആക്കി. സാറ് ഹരേ കൃഷ്ണ എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഏട്ടൻ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, രേണു ഒരു അനുഭവം ഉണ്ടായിരുന്നു എന്ന് വെച്ച് ഗുരുവായൂർ വെച്ച്, അത് ഞാൻ പറയാൻ മറന്നുപോയി. എന്ത് അനുഭവമാണെന്ന് ചോദിച്ചു. അപ്പോൾ ആണ് ഇങ്ങനെയൊക്കെ പറഞ്ഞത്. ഞാൻ ഭക്ഷണം കഴിക്കാനിരുന്നപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്ന് എല്ലാവരും പറഞ്ഞു അത് കൃഷ്ണ ഭഗവാനാണെന്ന്. അപ്പോൾ ഇവരിങ്ങനെ പറയുമ്പോൾ ഞാൻ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. ആദ്യമായിട്ടാണ് ഇത്രയും അധികം ആൾക്കാരെയും കൊണ്ട് പോകുന്നത്. എൻ്റെ ഭർത്താവാണ് ഗുരുസ്വാമി. എപ്പോഴും 4-5 ആൾക്കാരെ ഉണ്ടാവാറുള്ളൂ. ആദ്യമായിട്ടാണ് ഇങ്ങനെ പോകുന്നത്. അതിൽ തന്നെ 4 കന്നിസ്വാമിമാരുണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊന്നും അറിയാത്ത ആൾക്കാരായിരുന്നു കേട്ടോ. മലയാളവും അറിയില്ല, കന്നഡക്കാരായിരുന്നു. അപ്പോൾ പേടിയായിരുന്നു കേട്ടോ. എനിക്ക് അപകടങ്ങളൊന്നും ഇല്ലാതെ എത്താൻ വേണ്ടി ഏത് നേരവും പ്രാർത്ഥനയിലായിരുന്നു. ഇവർ പോകുമ്പോൾ തന്നെ ഞാൻ ഏട്ടൻ്റെ അടുത്ത് വേറെ ഒരു സ്വാമിയുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞിരുന്നു, തിരിച്ചു വരുമ്പോൾ ഗുരുവായൂരിന്ന് ഭക്ഷണം കഴിക്കണം, അവിടുത്തെ ഭക്ഷണം നല്ലതാണ്, പാൽപ്പായസമൊക്കെ ഉണ്ടാവും, നല്ലതാണ് കഴിക്കുന്നത് എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അവർ അവിടെ ഭക്ഷണം കഴിക്കാൻ പോയിട്ടില്ലായിരുന്നു. ഞാൻ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചിരുന്നു, അവർക്ക് എന്തേലും അനുഭവമായിട്ട് വരണേ എന്ന്. സ്വാമിമാർക്ക് ഗുരുവായൂരിന്ന് എന്തെങ്കിലും ഒരു അനുഭവം കാണിച്ചു കൊടുക്കണേ ഭഗവാനെ കൃഷ്ണ എന്ന് ഞാൻ പറഞ്ഞിരുന്നു. മനസ്സിൽ ഇങ്ങനെ തോന്നി. അപ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിച്ചിരുന്നു. ഞാൻ പിന്നെ ഇതൊന്നും അറിഞ്ഞിരുന്നില്ല കേട്ടോ. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞിട്ട് സാറിൻ്റെ വോയിസ് കേൾക്കുമ്പോഴാണ് ഏട്ടൻ ഇങ്ങനെ പറയുന്നത്, ഇത് നല്ലൊരു അനുഭവം അല്ലേ സാറേ? എനിക്ക് അത് കേട്ടപ്പോൾ ഉണ്ടായി നന്നായിട്ട് ഇങ്ങനെ കുളിര് കോരിയ പോലെ ആയിരുന്നു. അത്രയ്ക്ക് ഇങ്ങനെ സന്തോഷമായിപ്പോയി. പെട്ടെന്ന് കണ്ണൊക്കെ നിറഞ്ഞു. ഞാൻ എപ്പോഴും ഇങ്ങനെ ആലോചിക്കും, എല്ലാവരും അനുഭവം കേൾക്കുമ്പോൾ ഞാൻ ഇവിടെയല്ലേ ഗുരുവായൂർ ചെല്ലുമ്പോൾ ഇനി എന്നാ എങ്ങനെ ഉണ്ടാവുക എന്നൊക്കെ. ഇപ്പോൾ ഇത് ഗുരുവായൂരപ്പൻ നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളതിൻ്റെ തെളിവായിട്ട് ഞാനിത് വിശ്വസിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഗുരുവായൂരപ്പൻ നമ്മുടെ കൂടെ തന്നെ ഉണ്ട് എന്നതിൻ്റെ ഒരു നല്ല അനുഭവം അല്ലേ സാറേ? ഇത് സാറ് എല്ലാവരിലേക്ക് എത്തിക്കണം കേട്ടോ. ഹരേ കൃഷ്ണ.
എന്താ കഥ? നല്ലൊരു ഗുരുവായൂർ യാത്രയും ശബരിമല യാത്രയും ഗുരുസ്വാമിയും കന്നിസ്വാമിയും ഒക്കെ ആയിട്ട് ഗംഭീരായി. ഒന്നും പറയാനില്ല. വളരെ സന്തോഷായി. ഈ അനുഭവം ശബരിമലയായിട്ട് ബന്ധപ്പെട്ടുള്ള അനുഭവങ്ങള് നമുക്ക് വളരെ കുറവായിരുന്നുല്ലേ വന്നിരുന്നത്. വന്നിട്ട് തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ അനുഭവം ഈ സമയം കേട്ടപ്പോൾ വളരെ സന്തോഷായി. ഒന്നും പറയാനില്ല. എല്ലാവരിലേക്ക് എത്തിക്കാട്ടോ. വാട്സപ്പ് ഗ്രൂപ്പിൽ വരുന്ന കാര്യങ്ങളൊക്കെ അറിയാലോ. കുറേ വിശേഷങ്ങളൊക്കെ ഉണ്ട് ഗ്രൂപ്പിൽ. വന്നാലറിയാം നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ. ജോയിൻ ബട്ടണിലൂടെ വരിക. ഹരേ കൃഷ്ണ.